ലിവിങ് ഹാളിൽ നിൽക്കുന്നത് നമുക്ക് പ്രൊഫഷണലായിട്ട് നമുക്ക് ആ ഒരു സ്പേസിനകത്ത് വേറെ ഇഷ്യൂസ് ഒന്നും വരുന്നില്ല. നമുക്ക് മാക്സിമം പ്രൈവസി കീപ്പ് ചെയ്യുന്ന പോലെയാണ് കൊടുത്തിട്ടുള്ളത്. വേണ്ട, അതിനകത്ത് ചേഞ്ചസിൻ്റെ ഇതില്ല. ബാക്കിയുള്ള നമുക്ക് കൺസിഡർ ചെയ്തിട്ട് നോക്കി നോക്കാം എന്തായാലും. ലാസ്റ്റ് ടൈമിൽ നമ്മൾ വാണിയംകുളത്ത് ഒരു വീടിൻ്റെ റിനോവേഷൻ പ്രൊജക്റ്റിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീടിൻ്റെ റിനോവേഷൻ്റെ പ്ലാൻസ് നമ്മൾ കംപ്ലീറ്റ് ആയിക്കുകയാണ്. ആ ഒരു 2000 സ്ക്വയർ ഫീറ്റ് വരുന്ന വീടിന് നമ്മൾ എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളത്, പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നിങ്ങളെ കാണിക്കും. അപ്പോൾ ഈ ഒരു പോർഷനായിരുന്നു നമുക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് ഉണ്ടായിരുന്ന അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറയുന്നത്. എൽ ഷേപ്പുള്ള ഒരു വരാന്ത, ഒരു ലിവിങ് സ്പേസ്, നമുക്കൊരു കോറിഡോർ സ്പേസ്, അവിടെ നിന്ന് സ്റ്റെയർ കയറി പോകണം, ഡൈനിങ് സ്പേസ്, അതിനപ്പുറത്തൊരു സ്റ്റോർ, ഇടുങ്ങിയൊരു സ്റ്റോറാണ് ഉണ്ടായിരുന്നത്. അതുപോലെ നമ്മുടെ കിച്ചൺ സ്പേസ്, ഒരു യൂട്ടിലിറ്റി ഔട്ടർ എന്നുള്ളത്, അതുപോലെ ബാക്കിലൊരു വരാന്ത സ്പേസ് വെറുതെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ചെറിയ ബെഡ്റൂംസ് ആയിരുന്നു പ്ലാനിനകത്ത് ഓൾറെഡി ഇപ്പോൾ എക്സിസ്റ്റിംഗ് തങ്ങുന്ന വീടിനകത്തുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് നമുക്ക് നേരെ കയറി വന്നു കഴിഞ്ഞാൽ ഈ ഒരു പൊസിഷനിൽ നമുക്ക് ഒരു അപ്പർ ലിവിങ് സ്പേസ്, ഇവിടെ ചെറിയൊരു ബെഡ്റൂം, ഇവിടെയും ചെറിയൊരു ബെഡ്റൂമാണ്, ഇവിടെ അപ്പർ ലിവിങ്, ഒരു ബാൽക്കണി. ഇത്രയായിരുന്നു അവിടെ കറൻ്റ്ലി ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ അതിനെ ചേഞ്ച് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് എനിക്ക് പറ്റും. ഈ ഒരു സ്പേസിനകത്ത് നമ്മൾ ഇത്തരത്തിലാണ് അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിനെ നമ്മൾ എക്സ്പാൻഷൻ ചെയ്ത് മാറ്റിയിട്ടുള്ളത്. ടോട്ടൽ ഇപ്പോൾ വന്നിട്ട് നമുക്ക് 3463 സ്ക്വയർ ഫീറ്റാണ് ആ 2000 സ്ക്വയർ ഫീറ്റ് വീടിനെ നമ്മൾ എക്സ്റ്റൻഷൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോർ ഏരിയ നമുക്ക് 1066 സ്ക്വയർ ഫീറ്റ്, എക്സ്റ്റൻഡ് ഏരിയ 1361 സ്ക്വയർ ഫീറ്റ്, ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ 868 സ്ക്വയർ ഫീറ്റ്, ടോട്ടൽ നമുക്ക് അങ്ങനെ 3463 സ്ക്വയർ ഫീറ്റാണ് ടോട്ടൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് എങ്ങനെ മാറ്റിയിരിക്കണത് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് നിങ്ങളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് ഫസ്റ്റ് കയറി വരുമ്പോൾ തന്നെ സിറ്റ് ഔട്ട് ആ ഒരു എൽ ഷേപ്പിൽ നമ്മൾ നിലനിർത്തി. ഇവിടെ ഒരു ലിവിങ് സ്പേസ് ഉണ്ടായിരുന്നു, അവിടെ ഒരു എക്സ്റ്റെൻഡ് കോർട്ട്യാർഡ് ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നതിനെ നമ്മൾ റീറ്റെയിൻ ചെയ്തിട്ട് ആ ഒരു രീതിയിൽ തന്നെ അവിടെ എടുത്തു. ഇവിടെ ഒരു പൂജാ സ്പേസ് ആയിരുന്നു ഓൾറെഡി ഈ റീഡിങ് ഏരിയ ഉണ്ടായിരുന്ന സ്ഥലത്തുണ്ടായിരുന്നത്. കസ്റ്റമർ റിക്വയർമെൻറ്റ് പ്രകാരം അവിടെ നമ്മളൊരു റീഡിങ് ഏരിയ ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഡോക്ടേഴ്സ് ആയതുകൊണ്ട് തന്നെ അവർക്ക് നമ്മളൊരു കൺസൾട്ടേഷൻ സ്പേസിനെ ഈ ഒരു ഏരിയയിൽ നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ് ഇവിടെ കൺസൾട്ടേഷൻ സ്പേസ് ആക്കി. അതിൻ്റെ ഔട്ട് സൈഡ് വരുന്ന സ്പേസിൽ അവിടെ ആൾക്കാർക്ക് വന്ന് വെയിറ്റ് ചെയ്യാനുള്ളൊരു വെയിറ്റിംഗ് ഏരിയ ആയിട്ട് കൊടുത്തു. അപ്പോൾ ഇവർക്കൊരു കോമൺ ടോയ്ലറ്റിൻ്റെ റിക്വയർമെൻറ്റ് ഉണ്ടായിരുന്നു. അത് നമ്മൾ ഇങ്ങോട്ട് എക്സ്റ്റൻഷൻ ചെയ്തെടുക്കുന്ന ബെഡ്റൂമിൻ്റെ ഇടയിൽ തന്നെ ഒരു കോർട്ട്യാർഡ് പോലെ നമ്മൾ ഒരു ഏരിയയിൽ അവിടെ കണക്ട് ചെയ്ത് കൊടുത്തിട്ട് അതേ കൂടെ നമ്മളൊരു പാത്ത് വെച്ചിട്ടാണ് ഈ ടോയ്ലറ്റിക്കുള്ള ഒരു സ്പേസ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ സൈഡിലേക്കുള്ള വെൻറ്റിലേഷൻസും വിൻഡോസൊക്കെ കൊടുക്കാനായിട്ട് തടസ്സം വരില്ലാത്തതുകൊണ്ട് തന്നെ ഇങ്ങനൊരു ബ്രീത്തിങ് ഗ്യാപ്പ് ഒരു 5 ഫീറ്റിന് നമ്മൾ ഈ ഒരു ഏരിയയിൽ കൊടുത്തു. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്പേസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തത്. ഇനി പ്ലാൻ ഇൻസൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സ്റ്റെയറിനെ നമ്മൾ ഡിമോളിഷ് ചെയ്തിട്ട് അവിടെ നമ്മൾ ഫാബ്രിക്കേറ്റഡ് സ്റ്റെയർസാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അതിൻ്റെ അണ്ടറിലായിട്ട് നമ്മളൊരു വാഷ് സ്പേസ് നമ്മളവിടെ ക്രിയേറ്റ് ചെയ്തു. അവിടെ ഉണ്ടായിരുന്ന പഴയ ഒരു സ്റ്റോറിൻ്റെ സ്പേസിൻ്റെ വാൾ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അവിടെ നമ്മൾ ഡൈനിങ് ഏരിയ മാക്സിമം നമ്മൾ വലുതാക്കി. ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റാണ് ഇവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ വർക്ക് ഏരിയ നമ്മളാണ് എക്സ്റ്റെൻഡ് ചെയ്തെടുത്ത് ലോണ്ടറി സ്പേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അതുപോലെ സെർവൻറ്റിൻ്റെ ഒരു റൂം ഈ ഒരു സ്പേസിൽ നിന്ന് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതിനോട് ചേർന്ന് അവരുടെ ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഇത്രയാണ് ഈ ഒരു ഏരിയയിൽ വരുന്നത്. വീടിനകത്തേക്ക് നമ്മൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം സ്ട്രൈറ്റ് നമുക്കൊരു മാക്സിമം പ്രൈവസീസ് കീപ്പ് ചെയ്തിട്ടുള്ള രീതിയിലാണ് നമ്മളത് റിയലൈൻ ചെയ്തിട്ടുള്ളത് പ്ലാൻ. ഇവിടെ ഉണ്ടായിരുന്ന ആ ബാക്കിലോട്ടുള്ള ഏരിയനെ നമ്മൾ കട്ട് ഓഫ് ചെയ്തിട്ട് ഈ ഒരു ഏരിയയിൽ നമ്മൾ നേരെ ഒരു കോറിഡോർ, ഒരു ഫെയർ സ്പേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അവിടെ നമ്മളൊരു കോമൺ പൗഡർ റൂം, നമ്മുടെ ഡൈനിങ്ങിൻ്റെ ഏരിയയുടെ പ്ലാൻ ആയിട്ടുള്ള ഒരു പൗഡർ റൂം നമ്മൾ ആ ഒരു ഏരിയയിൽ പ്ലാൻ ചെയ്തെടുത്തു. ഇവിടെ അവിടെ നിന്ന് എക്സിസ്റ്റിംഗ് ഒരു വെല്ല് നമുക്കവിടെ വരുന്നുണ്ട്, വലിയൊരു വെല്ലാണ്. അപ്പോൾ എർത്ത് വർക്ക് എക്സ്കവേഷൻ കഴിഞ്ഞ് ആ സംഭവത്തിന് നമ്മൾ മാക്സിമം താഴ്ത്തിയെടുത്ത് നമുക്ക് ഈ പാസേജിൽ നിന്ന് നമുക്ക് നമ്മുടെ ഒരു പാറ്റിയോ സ്പേസിലേക്കാണ് നമ്മൾ ഇറങ്ങുന്നത്. അവിടെ ബൈഫോൾ ഡോർസ് കൊടുത്തിട്ട് അവിടെ ഒരു മോർണിംഗോ അല്ലെങ്കിൽ ഈവനിങ്ങോ ഒക്കെ നമുക്ക് ഇരിക്കാവുന്ന, പത്രം വായിക്കാനും അല്ലാന്നുണ്ടെങ്കിൽ ഫാമിലിയായിട്ട് ഗ്യാദർ ചെയ്തിരിക്കാനൊക്കെ ഒരു പറ്റിയ സ്പേസാണ്. പാറ്റിയോ സ്പേസിൻ്റെ ഔട്ട് സൈഡിൽ വരുന്ന ഈ ഒരു ഏരിയയാണ് നമ്മളൊരു പ്ലേ ഏരിയ ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്, കുട്ടികൾക്ക് കളിക്കാനും മറ്റുമായിട്ട്. അതുപോലെ തന്നെ കിണറിന് നമ്മൾ വെൽ സേഫ്റ്റി ആയിട്ട് നമ്മൾ ആ ഒരു രീതിയിൽ അവിടെ മാർക്ക് ചെയ്യും. ബാക്കിലേക്ക് നമ്മൾ ഒരു നല്ല രീതിയിലുള്ള ഒരു ബെഡ്റൂമിന് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. 420x50 ആണ് അതിൻ്റെ ഒരു സൈസ് വരുന്നത്. കോട്ട് ആ സൈഡിലാണ് വരുന്നത് നമുക്ക്. അതുപോലെ എയർ സർക്കുലേഷൻസ് പ്രോംപ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ബേ വിൻഡോസ് കാര്യങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ക്രോസ് വെന്റിലേഷൻസും ആ ലൈറ്റ്സും അപ്പോൾ പ്രോപ്പറായിട്ട് നമുക്ക് ഈ ഒരു സ്പേസിനകത്ത് കൃത്യമായിട്ട് കിട്ടും. വാക്കിംഗ് വാർഡ്രോബ് ഈ ഒരു സൈഡിൽ കൊടുത്തു. ഡ്രൈ ഏരിയ, വെറ്റ് ഏരിയ പാർട്ട് ചെയ്തിട്ടുള്ള അതിനാവശ്യമായിട്ടുള്ള സൈസ് കൊടുത്തിട്ടുള്ള ഒരു ടോയ്ലറ്റ് സ്പേസ് നമ്മൾ ഈ ഒരു അറ്റാച്ച്ഡ് ഏരിയയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ബെഡ്റൂം നമ്മൾ എക്സ്റ്റൻഷൻ ചെയ്തിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഏരിയയിലാണ്. ആ ഏരിയയിൽ നമുക്ക് ഇതുപോലെ തന്നെ ഓൾമോസ്റ്റ് സിമിലർ സൈസ് വരുന്ന ഒരു ബെഡ്റൂമാണ്. കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി വലുതാണ്. സെയിം അതുപോലെ തന്നെ വാക്കിംഗ് വാർഡ്രോബ്, അതുപോലെ ടോയ്ലറ്റ് സ്പേസ് കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു ഏരിയയിൽ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്ന പ്ലാൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് നമ്മൾ കയറി വരുന്ന സമയത്ത് ഇവിടെ നമ്മളൊരു അപ്പർ ലിവിങ് ആ ഒരു സ്പേസ് നമ്മൾ ആ രീതിയിലേക്ക് കൊടുത്തു. ഈ എൻ്റയർ ഏരിയയിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു ഓപ്പൺ ടെറസ് സ്പേസ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനൊരു എൻട്രി നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്ത് ഫ്യൂച്ചറിൽ നമുക്ക് എന്തെങ്കിലും ഇവിടെ ഒരു പാർട്ടി ഒക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ ഒരു പാർട്ടി ഏരിയ ആയിട്ടൊക്കെ യൂട്ടിലിറ്റി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു സംഭവമാണ്. അപ്പോൾ കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു
നമുക്ക് അപ്പർ ലിവിംഗ് സ്പേസ്. ഈ ബെഡ്റൂമിന് നമ്മളൊരു സ്യൂട്ട് റൂം കോൺസെപ്റ്റ് നമ്മൾ മാക്സിമം വലുതാക്കി. സോഫ സെറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള ഒരു പ്രൊവിഷൻ, ബെഡ് സ്പേസ് നമ്മൾ ആ ഒരു സൈഡിൽ, അതുപോലെ ടോയ്ലറ്റ് അവിടെ മുകളിലുണ്ടായിരുന്നത് നമ്മൾ വലുതാക്കി. ഏരിയ പറ്റിയ പാർട്ടി ആകുന്ന ഒരു സൈസ് ആക്കി. ബെഡ്റൂമിനോട് ചേർന്നിട്ട് തന്നെ കുട്ടികൾക്കോ അല്ലെങ്കിൽ ഓഫീസ് സ്പേസിനായിട്ടുള്ള ഒരു സ്റ്റഡി സ്പേസ് അല്ലെങ്കിൽ ഓഫീസ് സ്പേസ് പോലുള്ള സംഭവം നമ്മൾ ഈ ഒരു സൈഡിൽ നമ്മൾ പ്ലാൻ ചെയ്തു. വാർഡ്രോബ്സ് നമ്മൾ ഈ ഒരു ഏരിയയിലാണ് ഇവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ ആ ബാൽക്കണി നമ്മൾ കട്ട് ഓഫ് ചെയ്തിട്ട് ഇതിന് 2 പോർഷൻ ആക്കി. ഇത് ബെഡ്റൂമിലുള്ള ഒരു പ്രൈവറ്റ് ബാൽക്കണിയും അതുപോലെ ഈ കോറിഡോർ കൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എൽ ഷേപ്പ്ഡ് ഒരു ബാൽക്കണി, ഒരു പബ്ലിക് ബാൽക്കണി ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ മുന്നേ ഉണ്ടായിരുന്ന ഒരു ബെഡ്റൂമാണ് ഈ ഒരു ബെഡ്റൂം എന്ന് പറയുന്നത്. ആ ഒരു ബെഡ്റൂമിനെ കണക്ട് ചെയ്തിട്ട് അതിന് ഔട്ടറിൽ വരുന്ന ഏരിയയിലേക്ക് നമ്മൾ ഒരു വാക്യൂം വാർഡ്രോബ് സ്പേസും ഒരു ടോയ്ലറ്റും നമ്മൾ എക്സ്ട്രാ. ഇത്തരം ഏരിയകൾ കൺസിഡർ ചെയ്തിട്ടാണ് നമുക്ക് ടോട്ടലി പ്ലാൻ 3463 സ്ക്വയർ ഫീറ്റ് ഏരിയ ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളത്. ഇതാണ് അതിൻ്റെ ടോട്ടൽ ഒരു പ്ലോട്ട് സ്കെച്ച് നമുക്ക് വരുന്നത്. 50 സെൻറ്റ്സ് ലാൻഡ് ആണ്. ഇങ്ങനെയാണ് അതിനൊക്കെ റോഡ് ആക്സസ് വരുന്നത്. ഇവിടെയാണ് അതിൻ്റെ ഒരു ഗേറ്റും കാര്യങ്ങളൊക്കെ വരിക. ലാൻഡ്സ്കേപ്പിംഗ് സംഭവങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഏരിയയിൽ, അതുപോലെ കാർ പാർക്കിംഗ് സ്പേസ് ഒക്കെ നമുക്ക് ഈ ഒരു ഏരിയയിൽ വരുന്നുണ്ട്. അപ്പോൾ പ്ലാൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഇതുപോലെ മനോഹരമായ വീടുകൾ പ്ലാൻ ചെയ്യാനും ഡിസൈൻ ചെയ്യാനും അവ നിർമ്മിക്കാനുമായിട്ട് നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ബിൽഡ് യുവർ ഡ്രീം ഹോംസ് വിത്ത് us. ഓക്കെ.